ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഫിൽമി ഷേക്ക് സോഷ്യൽ മീഡിയ. അപ്പോൾ കങ്കുവ ഇപ്പോൾ കണ്ടിട്ട് വന്നിട്ടേ ഉള്ളൂ. ഈ പടത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കാട്ടപരാധം, ലിറ്ററലി ഒരു കാട്ടപരാധം തന്നെ പറയാം. ഒരു കാട്ടിൽ നടക്കുന്ന അപരാധങ്ങൾ, അതാണ് ഈ സിനിമ മൊത്തം. ഒരു ദിവസം തന്നെ പോയ ഒരു ഫീലാണ് ഈ പടം കണ്ടിട്ട്. അത്രയും വൃത്തിയിട്ടൊരു പടം. രാവിലെ 4 മണിക്കത്തെ ഷോക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ലൈസൻസ് ഇല്ല, ഷോ 5 മണിക്കേ ഉള്ളൂ എന്ന്. ഓക്കെ, ആദ്യത്തെ അടി മുഖത്ത് കിട്ടി. അങ്ങനെ 5 മണിക്ക് പടം കാണാൻ കയറിയിട്ട് പടം തുടങ്ങി കഴിയുന്നവരെ മുഖത്തടിച്ച പോലൊരു ഫീലായിരുന്നു ഈ പടം. ഇത് ഇങ്ങനെയൊക്കെ വരും എന്നുള്ള കാര്യം നമുക്ക് അറിയാം. കാരണം ശിവയാണ് ഇതിന്റെ ഡയറക്ടർ. മൂപ്പരുടെ മുമ്പത്തെ ഫിൽമോഗ്രാഫി ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ എന്ന്. ബട്ട് എന്നാലും ഒരു ചെറിയ ഹോപ്പ് വന്നത് സൂര്യയാണ്. മൂപ്പരെ മുമ്പുണ്ടാക്കി വെച്ച ഒരു ഇമ്പാക്റ്റ് മലയാളി ഓഡിയൻസിന്റെ ഇടയിൽ. അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ 4 മണിക്കൊക്കെ ഫാൻ ഷോ വെച്ച് കാണാൻ പോകുന്നത്. ഈ സിനിമയിൽ സൂര്യയുടെ പെർഫോമൻസും ശോകം എന്ന് പറയുമ്പോൾ വളരെ ശോകം. ഇപ്പൊ യങ് ആയിട്ടുള്ള ക്യാരക്ടർ, ഒരു ന്യൂ ഏജ് ക്യാരക്ടർ ഉണ്ട്. അതിന് വേണ്ട ഒരു സ്വാഗും കരിസ്മയും കോമഡിയും റൊമാൻസും ഒക്കെ വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഈവൻ ഡാൻസ് കളിക്കാൻ വേണ്ടി വരെ സൂര്യ കടന്നിട്ട് കഷ്ടപ്പെടുകയാണ്. വയ്യ സൂര്യക്ക്. പിന്നെ ചരിത്ര സമയത്ത് വരുമ്പോൾ ഹിസ്റ്റോറിക്കൽ ഒരു ക്യാരക്ടർ വരുന്നുണ്ടല്ലോ, അവിടെ വരുമ്പോൾ അവിടെയും കിടന്നിട്ട് കഷ്ടപ്പെടുക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, മാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അലറുക. സൂര്യയുടെ വീക്ക് പോയിന്റ് ആണ് ഈ അലർച്ച. ഈ സിംഗത്തിലൊക്കെ നമ്മൾ കണ്ടതല്ലേ, ഓൺറേട്ടം വെയിറ്റിടാ. ഈ സംഭവം ഈ പടത്തില് തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ കിടന്നിട്ട് ഇതന്നെ പടം. വേറൊരു തേങ്ങല്ലേ പടത്തില്. അപ്പൊ ഈ പടം തുടങ്ങുന്നത് 2024 അപ്പോ ആ സമയത്ത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ബൗണ്ടി ഹണ്ടറിന്റെ ക്യാരക്ടർ ആയിട്ടാണ്, ഒരു യങ് എനർജറ്റിക് ഗൈ ആയിട്ടാണ് സൂര്യ വന്നിരിക്കുന്നത്. അത് ചെയ്യാൻ വളരെയധികം കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് സൂര്യയുടെ ഇൻട്രോ, ഒരു ഇമ്പാക്റ്റും തരാത്ത ഒരു ഇൻട്രോ. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എഫക്ട്സിൽ നമ്മുടെ ശിവയുടെ പരിപാടി അറിയാലോ. പുതിയ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഹോളോഗ്രാം ഒക്കെ വന്നിട്ട് എന്തൊക്കെയോ കറങ്ങി തിരിയും നീല വെളിച്ചത്തിൽ. പിന്നെ നായകനെ കാണിക്കുമ്പോൾ പേരെഴുതി കാണിക്കുന്നു, കുറെ ലവ് ചിഹ്നം പറക്കുന്നു. പിന്നെ ഞാൻ ഫിൽമി ഷേക്കിൽ എഡിറ്റ് ചെയ്യുന്ന പോലെ കുറെ മീം മ്യൂസിക്കും ദി ബോയ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് എന്തൊക്കെയോ അപരാധങ്ങൾ കാണിച്ചു വയ്ക്കുന്നത്. അതിൻ്റെ ഇടയിൽ നായിക വരുന്നു, എന്നിട്ട് അവരുടെ റൊമാൻസ്, ഒട്ടോടെ പരസ്യം പോലെ യോലോ എന്ന് പറഞ്ഞിട്ടൊരു സോങ്. ഇതിലൊക്കെ സൂര്യ കിടന്നിട്ട് കഷ്ടപ്പെടുന്നു. കണ്ടിട്ട് വിഷമം തോന്നി, വളരെ ശോകം. അങ്ങനെ 2024 അവിടെ ഒരു സയന്റിസ്റ്റ് മനുഷ്യന്മാരുടെ തലയിൽ തുരങ്കം ഇട്ടുകൊണ്ട് എന്തോ ഒരു സൂപ്പർ പവർ ആക്കാൻ നോക്കുക. അങ്ങനത്തെ ഒരു പരിപാടിയാണ് നടക്കുന്നത്. ആ സംഭവം ഹിസ്റ്ററിയിൽ 1070 നടന്ന സംഭവങ്ങളുമായിട്ട് കണക്ട് ആക്കുകയാണ്. എന്നുവെച്ചാൽ പുനർജന്മം പോലൊരു സംഭവം മഗധീരത്തൊക്കെ കണ്ട പോലെ. അതാണ് ഈ പടം ട്രെയിലറിൽ പറയുന്ന പോലെ. അങ്ങനെ ഹിസ്റ്ററിക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ബാംബു ബോയ്സ്, ലിറ്ററലി ബാംബു ബോയ്സ്. നമ്മുടെ സൂര്യ അവിടെ ഒരു ട്രൈബില് PT സാറായിട്ട് വർക്ക് ചെയ്യാണ്. മൂപ്പര് ഒരു ദ്വീപിലാണ്. മൂപ്പരുടെ ദ്വീപ് തമിഴ് സംസാരിക്കുന്ന ഒരു ദ്വീപ്, എന്താ കങ്കനാട് എന്ന് പറഞ്ഞിട്ടൊരു ദ്വീപ്. അപ്പോൾ ഇവർക്ക് എനിമയായിട്ട് വേറൊരു ദ്വീപ്, അതിന്റെ പേര് കാക്കനാട് എന്നാണ്. ബോബിഡിയോളുടെ ദ്വീപാണത്. ഇതിന് കാക്കനാട് എന്ന് പേര് വരാൻ കാരണം ഫുള്ള് കാക്കകൾ വറക്കുന്ന ഒരു ദ്വീപാണ് കാക്കനാട്. അങ്ങനെ ഇവര് തമ്മിലുള്ള ക്ലാഷാണ് പടം. അതിന്റെ ഇടയിൽ കൂടെ റോമൻ സോൾജേഴ്സ്, റോമൻ ആൾക്കാരൊക്കെ വന്നിട്ട് കപ്പലിൽ എന്തൊക്കെയോ അപരാധം കാണിക്കുന്നു. അങ്ങനെ മൊത്തത്തില് കുറെ കടുവയും പുലിയും ആനയും മുതലയും ഒക്കെ വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് കുറെ ആൾക്കാർ അലറുന്നു. ഫസ്റ്റ് ഹാഫ് കഴിയും. സെക്കൻഡ് ഹാഫിലും ഇതേ സംഭവം തന്നെ, അലറ്. അതിൻ്റെ ഇടയിൽ പടം ഒരു സോങ് വന്നൊരു താരാട്ടുപാട്ട് പോലൊരു സോങ്. അപ്പം ഞാനൊന്ന് കണ്ണടയ്ക്കാൻ നിൽക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് സൂര്യ അലറും. അപ്പം നമ്മൾ എണീക്കും. അങ്ങനെ ഉറങ്ങാനും സമ്മതിക്കുന്നില്ല. സ്ക്രീനിൽ നോക്കിയാൽ ഒരു വൃത്തികെട്ട കുറേ ഒരു സീൻസൊക്കെ കണ്ടിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. ഒന്നിനും പറ്റാതെ അയ്യോ, ഈ പടം ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടു പോയി. പടത്തിന്റെ 3D നൈസായിരുന്നു. BGM വളരെ ശോകമായിരുന്നു DSPയുടെ. പിന്നെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ഇതൊക്കെ ഉണ്ട്, സോങ്, ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. സൂര്യ മറ്റേ സിംഗപ്പെണ്ണ് അതേപോലെ ഒരു സംഭവമാണ് സൂര്യതിൽ. PT സാറാണ്. അപ്പോൾ പിള്ളേരൊക്കെ ട്രെയിൻ ചെയ്തിട്ട് അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ വൻ സ്ട്രോങ്, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. സ്പോയിലർ ആണെങ്കിൽ സ്പോയിലർ ആയിക്കോട്ടെ, ഇതൊക്കെ സ്പോയിലറായിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ മൊത്തത്തിൽ ഒരു ഡിസാസ്റ്റർ, പൈസ പോയ ഒരു പടം.
ഈ 300 കോടിയൊക്കെ മുടക്കിയിട്ടാണ് ഈ പടം എടുത്തിരിക്കുന്നത്. സംഭവം ഉണ്ട്, സെറ്റൊക്കെ ഉണ്ട്, VFX ഷോക്കാണെങ്കിലും സെറ്റും സംഭവങ്ങളൊക്കെ ഒരു 300 കോടിയുടെ മുതലൊക്കെ കാണുന്നുണ്ട്. ഷിപ്പ്, വലിയൊരു ട്രൈബൽ ക്ലാൻസ്, 2, 3, 4 ക്ലാൻസിനെ കാണിക്കുന്നു. അതിൻ്റെ ഇടയിൽ കുറേ റോമൻ സാമ്രാജ്യത്തിലത്തെ ആൾക്കാരൊക്കെ വരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഗ്രാൻഡയറാ. പക്ഷെ നമ്മളൊരു സെറ്റ് അങ്ങോട്ട് നോക്കുമ്പോഴേക്കും ശിവ കട്ട് ചെയ്ത് കൊണ്ടുപോകും. മൂപ്പരെ പരിപാടി അറിയാലോ, ടക്ക് 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 അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് പടം വിടുക. നമ്മളൊരു സീന് കണ്ടിട്ട് അതിനൊരു കൈയടിക്കണോ വിസിലടിക്കണോ കൂവണോ എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ 2 സീന് കഴിഞ്ഞിരിക്കും. അതാണ് ഈ പടത്തിന്റെ പ്രശ്നം. ഇമോഷണലി ലോക്കാക്കാതെ, ഒരു ഇമോഷണൽ ഗ്രാഫും കീപ്പ് ചെയ്യാതെ ഒരു പടം എന്ന് പറയുമ്പോൾ ഹൈ ആവുക, ലോ ആവുക, ചിന്തിക്കാൻ കുറച്ച് ടൈം, പിന്നെ ഹൈ ആവുക, ലോ ആവുക, അങ്ങനെ ഒരു സംഭവം പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇതുള്ളൂ. ഇത് പടം തുടക്കത്തിലുണ്ട് കയറും, പിന്നെ അവസാനം വരെ ഒരേ പോക്ക. സൂര്യയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് എനിക്ക് ആകെ ഇതായി പോയത്. വളരെ വളരെ മോശം. സൂര്യ തിരിച്ചു വന്നിട്ടില്ല. ഇനി തിരിച്ചു വരട്ടെ, കാർത്തിക് സുബ്രാജിന്റെ പടത്തിൽ തിരിച്ചു വരട്ടെ, വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മൂപ്പര് പിതാമഹനും അയ്യനും ഗജിനിയും 7ാം അറിവ്, ഈവൻ 5 വരെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. 5 വരെ എനിക്കിഷ്ടമാണ്. അതിനുശേഷം വന്ന മാസ്, എന്തിനോ കുരിഞ്ഞവൻ, കാപ്പാന് ഒക്കെ ദുരന്തം പടങ്ങൾ. ഹിസ് ഫോം ഔട്ട്, ഹി ഷുഡ് കം ബാക്ക്. കാരണം സൂര്യ എന്ന് പറയുന്ന ആക്ടർ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ പൊട്ടൻഷ്യലുള്ള മനുഷ്യനാണ്. തിരിച്ചു വരട്ടെ. ഇപ്പം എന്തായാലും ഇത് ഞാൻ കാണാൻ വേണ്ടി ആരോടും സജസ്റ്റ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ പോയി കണ്ടോളൂ. ഒരു ഒന്നും പറയുന്നില്ല, പറഞ്ഞ കൂടി പോകും. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു.